എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പിസ്സയുടെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ പിസ്സ റെഡിയാക്കി എടുക്കാം. നിങ്ങൾ കുറച്ച് പേരെങ്കിലും പിസ്സയൊക്കെ തയ്യാറാക്കുന്നവരായിരിക്കാം, പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ അറിയണമെന്നില്ലല്ലോ. അറിയാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ അവരിതൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പിസ്സ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പിസ്സയുടെ ബേസ് ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഇളം ചൂടുള്ള പാലായാലും ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പാലായാലും വെള്ളമായാലും വല്ലാതെ ചൂടായി പോകരുത്. ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റ് ഇടുന്ന സമയത്ത് അത് ഫെർമെൻ്റായിട്ട് വരില്ല. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ പാൽ എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഡ്രൈഡ് ആയിട്ടുള്ള ഈസ്റ്റ് ആയാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റൊക്കെ ഇവിടെ നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്തിട്ട് കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിന് നല്ല സോഫ്റ്റായിട്ടൊരു 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ എത്രത്തോളം ഇത് കുഴച്ചെടുക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ബേസ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഈ മാവ് നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് വീണ്ടും നന്നായിട്ടൊരു 10 മിനിറ്റ് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീണ്ടും ഇത് നന്നായിട്ടൊരു 10 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈപ്പത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പാത്രം ഫുള്ളായിട്ട് ഇത് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഇതേപോലെ ഒന്ന് പൊന്തിച്ച് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഈ സൈഡ് ഭാഗം ഇങ്ങനെ കുറച്ച് പൊങ്ങിയിരിക്കണം. അപ്പോൾ അതവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. കാരണം ഇത് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഫെർമെൻറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും ഒന്നും കൂടി ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കൈ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അരിഭാഗമൊക്കെ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഇതേപോലെ ഒന്ന് ഓട്ടിയിട്ട് കൊടുക്കുക. അത് നമ്മുടെ മാവ് ഇനി വീണ്ടും ഇത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പിസ്സയുടെ ബേസ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റും വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പിസ്സയുടെ ബേസ് അതിനകത്തേക്ക് വെക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. 5 മിനിറ്റ് മതി. അപ്പോൾ അതവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ടോപ്പിങ്സൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് എടുത്തിരിക്കുന്ന പിസ്സ സോസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ. അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് ആദ്യം ബേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ മൊസറല്ല ചീസ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിറച്ച് ചീസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചീസിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ഞാൻ
ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി ഭാഗം, ഒരു സവാളയുടെ ഒരു പകുതി ഭാഗം, ഒരു തക്കാളിയുടെ ഒരു പകുതി ഭാഗം ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നീളത്തിലോ വട്ടത്തിലോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ചിക്കനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചിക്കൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതേപോലെ ഇതിൻ്റെ ടോപ്പിങ്സിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ചൂടാകാൻ വെച്ചിരിക്കുന്ന നമ്മുടെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലൊരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിഭാഗം അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് പാകത്തിന് ആയി കിട്ടും. അപ്പോൾ നമ്മൾ പിസ്സ റെഡിയാവാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ചീസൊക്കെ ഇവിടെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു പപ്പടം കുത്തിയോ സ്ക്യൂറോ വെച്ചിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബേസ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പാത്രത്തിൽ നിന്ന് ഒരു തവി വെച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അത് നല്ല അടിപൊളി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഫോട്ടോ എടുക്കാനുള്ള കാരണം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്